മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞവരെ എടുക്കാം. +2 കഴിഞ്ഞിട്ട് കോഴ്സുകൾ നിർത്തി, അതായത് പഠിപ്പ് നിർത്തിയിട്ട് പോകുന്നവരുടെ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി അവർക്ക് ചിലപ്പോൾ അവർ മാർക്ക് കുറഞ്ഞത് കൊണ്ടാവാം അവർ പുതിയൊരു നല്ലൊരു ബെറ്റർ കോഴ്സ് സെലക്ട് ചെയ്യാതെ പോയത്, അല്ലെങ്കിൽ തോറ്റുപോയത് കൊണ്ടാവാം +2 സോ അങ്ങനെ ഉള്ളവരുടെ ഒരു പാസിങ് സ്കോർ ഉണ്ടല്ലോ, അവരുടെ ഒരു സ്കോർ, അത് ഇവിടെ എത്രത്തോളം റെലവൻ്റ് ആണ്, അവർക്ക് അഡ്മിഷനൊക്കെ കിട്ടുമോ അവരുടെ സ്കോർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലൊക്കെ. അങ്ങനെയുള്ളവരുടെ അല്ല, അവർക്ക് അഡ്മിഷൻസ് ഒക്കെ കിട്ടും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇവിടെ ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആ കുട്ടി കൃത്യമായി പഠിക്കും. 50% മുകളിൽ മാർക്കുള്ളൊരു കുട്ടിയെ അവർക്ക് പഠിപ്പിക്കുന്നതിലൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഓൺലൈൻ എഡ്യൂക്കേഷനിൽ തന്നെ അവർക്കറിയാം വരുന്നൊരു കുട്ടിയുടെ മാർക്ക് പെർസെൻറ്റേജും അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളും അവരവരുടെ കരിയർ പ്ലാനിങ്ങും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരിട്ട് പോകുന്നതല്ലാതെ എഡ്യൂവിങ് പോലൊരു സ്ഥാപനം വഴി പോകുമ്പോൾ അവരുടെ കൗൺസിലറുമായിട്ട് അവർ സംസാരിക്കുമ്പോൾ ദേ വിൽ അനലൈസ് പ്രോപ്പർലി ഈ കുട്ടിക്ക് ഏതാണ് സാധിക്കുന്നത്. ഇപ്പോൾ ചിലരിപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് BA സോഷ്യോളജി പഠിക്കണം, അപ്പോൾ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി എന്നെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ജാക്സൺ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ കൃത്യമായി പറയും. അപ്പോൾ അവർ പറയും ജാക്സൺ BA സോഷ്യോളജി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളൊരു കോഴ്സാണ്, ഏത് കരിയറിലോട്ടാണ് പോകാൻ നോക്കുന്നത്, നിങ്ങൾക്ക് സജഷൻ ഇതാണ്, നിങ്ങൾ അതിനേക്കാൾ ബെറ്റർ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് അവർ എന്നെ കൃത്യമായി അവരെന്നെ കരിയറിൽ എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് അവർ കറക്റ്റായിട്ട് ഗൈഡൻസ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. മറ്റേ നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ നമ്മളത് പാസ്സാകുമോ ഇതൊന്നും നോക്കാതെ, അല്ലെങ്കിൽ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് പോലും നോക്കാതെ എനിക്ക് അവർ ആ കോഴ്സ് തരും. സ്വാഭാവികമായിട്ട് ഞാൻ പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് കരിയർ ഗൈഡൻസ് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ വഴി നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റും. അവർ ആദ്യം നമ്മളെ കൃത്യമായി ജഡ്ജ് ചെയ്ത് നമ്മളെ അനലൈസ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇതാണോ അല്ലയോ എന്നുള്ളത് അവർ കൃത്യമായി നോക്കിയിട്ടാണ് അവർ നമ്മളൊക്കെ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ഇടയ്ക്ക് പാസ്സാവാതിരിക്കാനോ ഇടയ്ക്ക് നിർത്തിപ്പോകാനുള്ള സാധ്യതകൾ അവിടെ ഒരു 1% മാത്രമാണ്.